അപ്പോൾ ഞങ്ങൾ ബസ്സിനകത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജായ സ്വിറ്റ്സർലാൻഡിലെ ഗ്രിൻഡൽവാൾഡിലേക്ക് ബസ് ഓടിച്ചിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ വില്ലേജായ ഗ്രിൻഡൽവാൾഡിലാണ് ഉള്ളത്. നമ്മുടെ ഗസ്റ്റൊക്കെ മറ്റേ ആ കാണുന്ന മഞ്ഞുമല ഉണ്ടോ, അതിൻ്റെ മേളിലോട്ട് കയറിപ്പോയി. അപ്പം നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് നടക്കാനിറങ്ങിയതാണ്. ഇവിടെ ഒരു സംഭവം കിടപ്പുണ്ട്, കാണിച്ചു തരാം. സാധനം എങ്ങനെയുണ്ട്? ഇതൊക്കെ കണ്ട മോനെ ഓടിൻ്റെ സംഭവമാണ്. നോക്കി, റോയൽ വിൻറ്റേജ് സൂപ്പറല്ലേ. നമുക്കിനി ഇവിടെ ചെറുതായിട്ടൊന്ന് നടന്നിട്ടൊക്കെ വരാം. ഒരു ഹോട്ടലുണ്ട് ഈ കാണുന്നത്, നോക്കിയാൽ മച്ചന്മാരെ സംഭവം അങ്ങനെ നോക്കി. അയ്യോ, ഇതേണ്ട മേളിലോട്ട് നോക്കി, കോടമഞ്ഞും. ഇന്നാണെങ്കിൽ ചെറിയൊരു മൂടലുണ്ട് കേട്ടോ, ചെറിയ എന്താ പറയണേ, ചെറിയൊരു ചാറ്റൽ മഴയും ചെറിയൊരു ലൈറ്റായിട്ടുള്ള കാറ്റും ആ സ്വിറ്റ്സർലാൻഡിൻ്റെ തണുപ്പും. പൊളി പൊളി എന്ന് പറഞ്ഞാൽ പോരാ, കിടിലം കിടിലം. ഇതൊക്കെ എന്താ സെറ്റല്ലേ. ഇതാണ് ഗ്രിൻഡൽവാൾഡ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഗ്രിൻഡൽവാൾഡ് വില്ലേജാണ് ഈ കാണുന്നത്. ഇതുണ്ട് ഗ്രിൻഡൽവാൾഡ് റെയിൽവേ സ്റ്റേഷൻ. യൂറോപ്പിൻ്റെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിലൊന്നാണ് ഈ യുങ്ഫ്രൗ എന്ന് പറയുന്നത് കേട്ടോ. അത് ഗ്രിൻഡൽവാൾഡിലുള്ളത്. ഓക്കെ, എന്താ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ ബ്യൂട്ടി നോക്കി. ട്രെയിൻ വന്ന് നിൽക്കണ സ്ഥലം തന്നെ പൊളി. കണ്ട ആകാശത്ത് ഇങ്ങനെ പാരച്ചൂട്ട് പറന്ന് നടക്കണത്, ഈ മഞ്ഞുമലയുടെ മേളിൽ നിന്ന് ആ ആകാശ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറന്നിറങ്ങണ സീനുകളെ നോക്കി. പൊളിയല്ലേ. ഇത് കണ്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നല്ല കുളിര്, സന്തോഷം. വൈബോട് വൈബ്, വൈബോട് വൈബ്. ഞാൻ ഈ ബസ്സുമായിട്ട് വന്നതുകൊണ്ടേ നൈറ്റ് അങ്ങനെയൊക്കെ ഉറങ്ങിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോയില്ല. ഇവിടെ നല്ല കിടിലം വ്യൂ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ബസ് സ്റ്റാൻഡ് കണ്ട. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ഷട്ടിൽ സർവീസ് ഉണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴാണ് ഒരു ഫോണിൻ്റെ ലെൻസും ക്യാമറ ലെൻസും ജാക്കറ്റൊക്കെ കൂടി നഷ്ടപ്പെട്ടു പോയത്. ഓക്കെ, കിടിലൻ സ്ഥലമല്ലേ. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്ന് ഇതൊക്കെ ഒന്ന് കാണിക്കണേ ഉള്ളൂ കേട്ടോ. ഇത് ഫുള്ളായിട്ടുള്ളൊരു എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം ഇപ്പം ഇല്ല. കാലാവസ്ഥയും അത്ര ഒരു ശരിയായില്ല. പിന്നെ ഇന്നലത്തെ ഉറക്കം ശരിയായിട്ടില്ല. ഞാനിങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന്
ഒരു 10 മിനിറ്റ് നടന്ന് അത്യാവശ്യമൊക്കെ ഒന്ന് പകർത്തിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. വ്യൂ ഒരു രക്ഷയില്ലാട്ടാ. ഇതെന്താ സെറ്റല്ലേ? എങ്ങനെയുണ്ട്? ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. വ്യൂ നോക്കി, കൈലാസം. വാ, ഇതണ്ട ഗ്രിൻഡൽവാൾഡാണ്. ഒരു പാട്ടിൽ പറയാറില്ലേ, സ്വർഗം താണിറങ്ങി വന്നതോ. ഇതണ്ട അമ്മാതിരി വ്യൂ ആണ്. ആ വീടിൻ്റെ അകത്ത് നിന്നൊക്കെ ആ പുകയൊക്കെ വന്ന സീനൊക്കെ കണ്ട. വാ, ഓക്കെ. ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറി പോകാൻ കണ്ടത്. ഇതിപ്പം അതിൻ്റെ മുകളിലാണ് ഈ യുങ്ഫ്രൗ എന്ന് പറഞ്ഞിട്ട് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗൂഗിളിൽ. നല്ല, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 4158 മീറ്റർ ഹൈറ്റ് ഉണ്ട് ആ സ്ഥലമാണിത്. പിന്നെ ഇവിടുത്തെ വില്ലേജുകളൊക്കെ കാണാൻ നല്ല രസമാണ്. നമുക്ക് ഒരു ദിവസം കാറായിട്ട് വരാം, എന്നിട്ട് നമുക്ക് അത് ഫുള്ള് വീഡിയോ സെറ്റാക്കാം. ഇപ്പം ഇങ്ങനെ പോട്ടെ. ഇപ്പം അത്യാവശ്യം ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ലൈൻ ബസ് ഷട്ടിൽ സർവീസ്. അത് കയറി നമുക്ക് വില്ലേജുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യടാ. പിന്നെ ഇതുപോലൊരു ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായി. ഫോട്ടോ എടുക്കാൻ വേണ്ടി ജാക്കറ്റ് ഊരി ആ ബസ്സിൻ്റെ പുറയിലൊരു കുളത്തുണ്ട്, അതിനകത്ത് വെച്ച്. എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ജാക്കറ്റ് അവിടെ വെച്ചുകൊണ്ട് പോയി. ആ ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ വിവോ X300 പ്രോൻ്റെ ഒരു ലെൻസും ഉണ്ടായി. ലെൻസും പോയി, ജാക്കറ്റും പോയി. പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി നോക്കി, സംഭവം കിട്ടിയില്ല. ആ ബസ് കമ്പനിയിലൊക്കെ പോയി നോക്കി. ഇതൊരു സ്പോർട്സ് കടയാണ്, ഇൻ്റർ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വിൽക്കാൻ പറ്റുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ്, നമുക്ക് ചുമ്മാ ഈ സ്ട്രീറ്റൊക്കെ കണ്ടുകൊണ്ട് നടക്കാം. സമയത്തിനുണ്ടെന്നോട്ടെ. ഇന്ന് നല്ല കോടമഞ്ഞുണ്ടേ. ആ കോടമഞ്ഞിൽ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കണ ആ ഒരു, എന്താ പറയാ, രക്ഷയില്ല മോനെ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് ലൊക്കേഷൻ? എങ്ങനെയുണ്ട് ഗൈസ്? കൊടുംഭീകരർ വഴിയിൽ വെച്ച് കൊടുംഭീകരരെ പരിചയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇവിടം വരെ പോയിട്ട് വരാം. അങ്ങനെ തെറ്റോ? ഇതൊക്കെ വൈൻ്റെ മറ്റേ ഇതുണ്ട, ആ സംഭവം ഡ്രം വെച്ചേക്കണുണ്ട. സെറ്റപ്പല്ലേ? ഇവിടുത്തെ ഈ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒക്കെ വണ്ടി കാണാൻ രസമുണ്ട്. ഇതുപോലെ വണ്ടിയിലാണ് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് കണ്ട. ഇത് രസമല്ലേ? നോക്കി, നമ്മളെ പഴയ ടെമ്പോ, കറക്റ്റ് പഴയ ടെമ്പോ. നോക്കി, മലയുടെ ചോട്ടിൽ ഫുള്ള് ഷോപ്പുകളുണ്ട. ഇവിടുത്തെ ഈ ക്രമീകരണമല്ലേ, ഇവിടുത്തെ അടക്കും ചിട്ടയും ആ ഓരോന്നും ക്രമീകരിച്ചേക്കണ ആ രീതികളും അതൊക്കെ വേറെ ലെവല്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വിറ്റ്സർലാൻഡിലെ ആ മണി കെട്ടിയ പശുവിനെ പറ്റി. വേണ്ട, മണി കെട്ടിയേക്കണുണ്ട, ഈ പശുവിനെ ഉണ്ടാക്കി വെച്ചേക്കണാണ്. പക്ഷെ ഇതുപോലെയാണ് സംഭവം കേട്ടോ. പറഞ്ഞ സംഭവം മനസ്സിലായില്ലേ? അതാണ് സംഭവം. ട്രക്കിങ്ങിന് പോകാനുള്ള വാക്കിംഗ് സ്റ്റിക്ക് ഉള്ളൊരു ഷോപ്പാണ്. എന്താ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറ കണ്ടിട്ട്. ഓക്കെ, ഈ സംഭവം എങ്ങനെയുണ്ട്?
വ്യൂ കാണിച്ചു തരാം. വ്യൂ കാണിച്ചു തരാം. കാണാടാ. ഇവിടെ കൂടി ഇങ്ങനെ നടന്നാലേ നമ്മൾ ടയേർഡാണെങ്കിലും നമുക്കത് തോന്നൂല കേട്ടോ. കാരണം ആ ഒരു ഫ്രഷ് ചെറിയ കാറ്റും പിന്നെ ആ തണുപ്പും ഈ വ്യൂവും ഇതൊക്കെ കണ്ട മടുക്കില്ല. ഇങ്ങനെ ഇങ്ങനെ പോകാൻ തോന്നിക്കൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ ടയേർഡായിട്ട് വണ്ടിക്കകത്തിരിക്കാമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടാണെങ്കിൽ പോലും ഈ വണ്ടിക്കകത്തിരിക്കാൻ പറ്റണില്ല. ഇതിങ്ങനെ കാണണം എന്നുള്ളൊരു എത്ര കണ്ടാലും ഞാൻ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വീണ്ടും കാണണം എന്നൊക്കെയുള്ള തോന്നുന്നത് കണ്ടത്. സെയിൽ സംഭവങ്ങൾ ഒരു കത്തി വെക്കാൻ വെച്ചാണ്. ഇവരൊക്കെ കൊട്ടേഷൻ ടീമാണ് മൊത്തം. എല്ലാവർക്കും കൂടി ഒരു കൊട്ടേഷൻ നമുക്ക് കൊടുക്കണം. ഇല്ലില്ല, ആളുണ്ട് അവിടെ. നമ്മളെ ഗസ്റ്റൊക്കെ അവിടെ പർച്ചേസിങ്ങിനൊക്കെ നിൽക്കണ്. വേണ്ട ഇവിടെ ഈ മണിയാണ് ഇവിടുത്തെ പശുക്കളുടെയൊക്കെ കഴുത്തിൽ കെട്ടിയിട്ടേക്കണത്. സ്വിറ്റ്സർലാൻഡിൻ്റെ ട്രഡീഷണൽ സംഭവം. ഇതിവിടെ എവിടെ പോയാലും സോനിയറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരേ ഒരു കാര്യമുള്ളൂ, പൈസ. താങ്കൂല ഗൈസ്, താങ്കൂല. ബിൽഡിങ്ങിൻ്റെയൊക്കെ ഭംഗിയൊക്കെ മോനെ. ഇവിടെ നിന്നൊക്കെ രാവിലെ താമസിച്ചിട്ട് അതൊക്കെ ഹോട്ടലുണ്ടോ, ഹോളിഡേ ഹോംസ്. ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ താമസിച്ചിട്ട് രാവിലെ അങ്ങ് എഴുന്നേറ്റ് ആ ഒരു ബാൽക്കണിയിൽ വന്നിരുന്ന ഒരു കാപ്പിയൊക്കെ കുടിക്കണ സീനാലോചിച്ച് നോക്കിയാൽ എന്നിട്ടാ മോനെ വേറെ ലെവല്. ഞാൻ ചുമ്മാതെ അവിടം വരെ നടന്നിട്ട് തിരിച്ച് ബസ്സിലേക്ക് പോവും. എന്നിട്ട് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ മറ്റേ ഇൻ്റർലാക്കനിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ വിശദമായ വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ പയ്യെ സെറ്റാക്കി എടുത്തു തരാട്ടാ. ഓക്കെ, പിന്നെ ഈ ഗ്രിൻഡൽവാൾഡ് വില്ലേജ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വീഡിയോ പയ്യെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യണമല്ല, ഗ്രിൻഡൽവാൾഡിലെ ഈ സംഭവങ്ങൾ ഞാൻ നൈസായിട്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇൻ്റർലാക്കനിൽ പോയിട്ട് കാണാം.